ഒരു സ്ക്രീൻ ഷെയർ ആണ്. അതെന്നെ ഡിസ്കണക്ട് ചെയ്യുമ്പോൾ പോവടാ. തന്നെ ഒരു ഡിസ്കണക്ട് ചെയ്യുമ്പോൾ അത് പോകും. ഫുഡും ഇല്ല വെള്ളം ഇല്ലാതെ വന്നിരിക്കണം ഓപ്ഷന്. ഇവരൊക്കെ വെള്ളം കിട്ടാതെ ചാവട്ടെ. റേഡിയോ റേഡിയോ കണക്ട് ആക്കാം. ജോക്കി റേഡിയോ എത്രയായിരുന്നു ഓർക്കുന്നുണ്ടോ? 223. ജോക്കി നീ എന്തിനാ പരിപാടി പറഞ്ഞേ? ചോദിച്ചു വാറാക്കിയാൽ. 223. കേക്കാം ജോക്കി. സുഖമാണോ? സുസാഗോ പറഞ്ഞു. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാരും അടിക്കാൻ കിട്ടാലോ. ജോക്കി ഗ്യാങ് ലിസ്റ്റ് ഇല്ലാത്തോണ്ട് വലുതായിട്ടൊന്നും സംഭവിക്കാൻ പോകില്ല. പക്ഷെ നമുക്ക് ഇടക്കിടക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞത് ഞങ്ങൾക്ക് ഗ്യാങ് സസ്പെൻഷൻ അങ്ങനെ പല കാര്യങ്ങളും കിട്ടും. ജോക്കിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടാ. ജോക്കി ലാസ്റ്റ് കേക്കെ വിളിച്ചിട്ടാ വന്നെന്ന് പറഞ്ഞ രക്ഷപ്പെടും. നമ്മളെന്ത് ചെയ്യും? നമ്മളെ കൊണ്ടുപോകും. ഇത് കേക്കയുടെ ചെയറിന്റെ സൈഡിൽ രണ്ട് സാധനം വെച്ചേക്കുന്നുണ്ടോ? എവിടെ? രണ്ട് മുട്ട കണക്കത്ത് ചുവന്ന മുട്ട തൂക്കിട്ടേക്കുന്ന കണക്ക് എന്തോന്ന് അറിയാം? അതെന്താ? സ്ട്രോബെറി പറിച്ചു തരട്ടെ ഓർമ്മ. സ്ട്രോബെറി അതാ? പിന്നെ പീച്ചിന്റെ ഷേപ്പ് ആണല്ലോ. എന്നിട്ട് കേക്ക് എവിടെ നിൽക്കുന്നുണ്ടോ? ആ പുള്ളിക്ക് ഇങ്ങോട്ടൊന്ന് സംസാരിച്ച് തീർത്തൂടെ? ഇതെന്ത് ടെർമിനേറ്റർ പോലെ ഒരു മനുഷ്യൻ നടത്തിയിരിക്കുന്നേ? ആണെങ്കിൽ തുടങ്ങി. ഇതൊക്കെ ആരാ? എനിക്കറിഞ്ഞൂടാ ഇവരെയൊന്നും. വാ എടാ കേക്കാവോ നിനക്ക്? ഇവിടെ ഇവിടുത്തെ വെളിയിലെ ഭയങ്കര അലമ്പാണ് ഇവന്മാരൊക്കെ. മനസ്സിലായോ? ഇടക്കിടക്ക് പറഞ്ഞ് വരട്ടി വെച്ചില്ലെങ്കിൽ ഒരുത്തനും പേടിയില്ല. എന്റെ ഗണ്ണും എല്ലാവർക്കും ടർഫ് റൂളും അതേപോലെ തന്നെ ഓപ്ഷൻ റൂൾസ് ഒക്കെ ഓർമ്മയുണ്ടോ? ഗണ്ണെന്ത് ചെയ്ത്? ഇത് ദൈവത്തിനോട് പറഞ്ഞ എടുത്തു തരുമോ? ഗൈസ് വീണ്ടും തരുമോ? തിരിച്ചു തരുമോ? അറിയാം എന്തൊക്കെയാന്ന് വെച്ചാ പണി കിട്ടും കേട്ടോ. ഇപ്പൊ ചോദിക്കും എന്തൊക്കെയാന്ന്. അന്നേരം ഉണ്ടായിരുന്നാ മതി. വിളിക്കണ പുറകെ കണ്ട് നമ്മളെ വിളിച്ചു. ഞാൻ വിളിച്ചിട്ടാണ് തിരിച്ചു വിളിച്ചേ. സുഖമല്ലേ? പിന്നെ എനിക്ക് സുഖം. ഒരാള് പോയി. വണ്ടിയിലുണ്ടാവും. വണ്ടി ഇല്ലെന്നവിടെ. നിങ്ങളെ വിളിക്കുന്നുണ്ടാ? ഞങ്ങള് വിളിക്കാനല്ലേ ഇവിടെ വന്നിരിക്കുന്നേ? ഇവിടെ പകരക്കാരും കാഴ്ചക്കാരായിട്ട് വന്നേക്ക. നിങ്ങളാ? നമ്മള് പറ്റത്തത്ര വിളിക്കും. എടി തീരെ വാസ്കോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന നീ കൂട്ടിരിക്കുന്ന. ഞാനോ? പോയിട്ട് വാ പണ്ണാവും. എന്നെ ഒറ്റയ്ക്ക് പല്ലടാ. ജോക്കി പറയുന്നത് ഇവിടെ വാസ്കോ ഒറ്റയ്ക്ക് ഇരിക്കണ. അയ്യോ ജോസൂട്ടി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ. ജോസൂട്ടി പോയി ഇരിക്കാൻ പറഞ്ഞു. ജോക്കി ഞങ്ങള് മണി ട്രിപ്പാണ് വിളിക്കാൻ ആഗ്രഹം. എത്ര വരെ പോവും? ഞാൻ വെളി വെച്ച് പറഞ്ഞില്ലായിരുന്നോ? അത്രയും പോവോ? അതിന്റെ കൂടെ ഒരു 90 കൂടെ പോകും ചിലപ്പോ. അതെന്ത് കടം മേടിച്ചോളാം. കടമാട്ടം. എന്നാ പിന്നെ നമ്മള് വേറെ വിളിച്ചോളാം. ഏതെങ്കിലും കിട്ടിയാ മതി എന്നേ ഉള്ളൂ. മാക്കാണ് കുറെ ഇരിക്കുന്നേ. മാക്കാണ് കുറെ ഇരിക്കുന്നേ. അതെ. പോക്കണം കേട്ടവനെ എണ്ണിട്ടങ്ങ് പോകാൻ പറഞ്ഞ ഉടനെ എണ്ണിട്ട് പോയി. ഇങ്ങോട്ട് ഇല്ലേ മേക്ക്?
ഇല്ലില്ല എനിക്ക് ആരുമില്ല ഞാൻ ജോക്കി തിരിച്ചു വിളിക്കണം. എത്ര കിടമയൊക്കെ മേക്കെ സുഖല്ലേ? ഹലോ ഹലോ സുഖ സൗണ്ട് ഒക്കെ മാറിയിരിക്കുന്നത് എന്ത് പറ്റി? So guys, അല്ല, now എനിക്ക് വയ്യ, I'm ഞാൻ starting from okay. Davis. രണ്ടും. Okay. Holding by KV ആണ്. നിങ്ങൾ വിളിച്ചോട്ടെ, ഞാൻ സപ്പോർട്ട് തരാം. എവിടെടാ? ഇതെനിക്ക് ഞാനോട് സമാധാനം നോ വേണ്ട വേണ്ടെന്നോ ബ്രോ, ഞാൻ വേറെ ആരുടെ സംസാരിച്ചില്ലല്ലോ, മാക്കിനടുത്ത് സംസാരിക്കും. അത് ഗ്യാങ് കാര്യങ്ങളൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്. പള്ളി വരുമ്പോ പള്ളിയുടെ കാര്യത്തിൽ നോക്കും. ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് ആരുടെ പോകാൻ നിൽക്കുന്നില്ല. ഞാൻ മാക്കിന് നിങ്ങൾക്ക് MRC ഒന്നും അറിയുന്നതിന് മുമ്പേ എനിക്ക് മാക്കിനെ അറിയാം. അതുകൊണ്ട് മാക്കിനോട് സംസാരിച്ചെന്നുള്ളൂ. അതിന് വേറെ കമ്മിറ്റ്മെന്റ്സ് ഒന്നും അല്ല. സെറ്റല്ലേ? കാർഡ് എത്രയുണ്ട്? ഡേവിസ് ആണ് ഫസ്റ്റ് ടർഫ്. ഇപ്പം ഹോൾഡ് ചെയ്യുന്നത് KV ആണ്. സ്റ്റാർട്ടിംഗ് ഫ്രം 5 ആണ്. ആർക്കെങ്കിലും വിളിക്കാൻ KVP 10. ഇനി അമ്മാര് വിളിക്കൂലേ? 15 വിളിച്ചാലോടാ. ആരാ കേട്ടില്ല. ഫാമിലി നെയിം ആണ് വാസു. KVP വാസു, ഈ 25. വിസ്പർ ഇടുന്നത് എങ്ങനെയാ? ഇൻസ്ട്രക്ഷൻ എഴുതിയിട്ടുണ്ടല്ലോ. VNV 25. ഡേവിസ് ആണ്. VNV 25. MR 30. MR 30. ഡേവിസ് ആണ്. MR 30. VNV 35. ഒരു 50 കയറി. ജോക്കി എനിക്ക് എങ്ങനെയാന്ന് എന്റെ ബട്ടൺ വേറെയാ. MRC 40. ഇൻസ്ട്രക്ഷനകത്ത് കണ്ടില്ലായിരുന്നു. MRC 40. ഡേവിസ് കണ്ട് എന്റെ MRC 40. MRC 40. ആര് വിളിക്കുന്നുണ്ടോ? MRC 40 ഫസ്റ്റ് കോൾ. MRC 40 ഡേവിസ് ആണ്. MRC വിളിക്കൂ. MRC 40 സെക്കൻഡ് കോൾ. ആർക്കെങ്കിലും വിളിക്കാൻ താല്പര്യമുണ്ടോ? പലകെ എവിടെയാടാ? KP 42. എത്ര? അതെ മാർദിക്ക് കൊടുക്കുക. MRC വിളിക്കൂ. MRC 45. MRC 45 വിളിച്ചിരിക്കുകയാണ്. MRC 40. വിൻവി എത്ര വിളിച്ചേ? 47. VNV 47. എന്തായാലും ടഫ് ആയിരിക്കത്തില്ല. VNV 47 വിളിച്ചിരിക്കുകയാണ്. 47 VNV 47. എത്ര MRC എത്ര വിളിച്ചേ? MRC MRC 50 വിളി. വിളിച്ചെത്ര? MRC 50 വിളി. അത് ഒരാൾ പേരില്ലാതെ വിളിക്കുന്നുണ്ട്. അതാരത്? കള്ളൻ പേരൊന്നിടണേ. യൂസർ 33 ഒന്ന് പേര് നല്ലതായിരുന്നു. KVP ലാസ്റ്റ് എത്ര വിളിച്ചേ? നമ്മള് 42 ആണ് ലാസ്റ്റ്. ഈശ്വല ഇത് 47 ഫസ്റ്റ് കോൾ. ഇത് ഡേവിസ് റാഞ്ചോ ഏതോ പറഞ്ഞോ? MRC 48. MRC 48 ഡേവിസ് ആണ്. MRC 48 ഫസ്റ്റ് കോൾ. MRC 48 സെക്കൻഡ് കോൾ. ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? വിളിച്ചില്ലേ? MRC 48 ലാസ്റ്റ് കോൾ. MRC KV versus MRC. ഡേവിസ്. MRC versus KV versus MRC. എത്ര? MRC versus KVA. MRC ഒന്ന് മുമ്പോട്ട് വരണേ. സുഖമാണോടാ? അതിന്റെ ഇതില്. ആ പോയി വിളി, ഇല്ലെങ്കിൽ ടർഫ് പോ. നാരദാണോ നമ്മുടെ നാരദന്റെ സൗണ്ട് ആണോ അത്? നാരദ കേക്കാവോ? എനിക്ക് സാധനം വരുന്നടാ. മറ്റേ നാരദനല്ലേ അത്? ജോക്കി നാരദൻ കേപ്പിയില്ലല്ലേ? നാരദൻ കെട്ടിയിരുന്നു. കേപ്പിയാ?
ഹലോ കേക്കാവോ? ഓടി വാ. ഗ്യാങ് ഓടി വാ. മോനെ അടുത്ത ചേമ്പ് കേപ്പിന് സെഫെ കള്ളപ്പന്നീന്നോ കാലാപ്പാനീന്നോ? കള്ളപ്പന്നി അതവരെ കളിയാക്കുന്ന പേരാ വിട്ടൊക്കെ കളിയാക്കിയതല്ല അടിയാവേ 5 പോയിന്റ് അത് വേണ്ട. ഫ്രണ്ട്ലി അതാ KP. അതെ KP 10 വിളിച്ചിരിക്കുകയാണ്. ചേമ്പർക്കിൽ മിക്കവാറും അടിയാവും കേട്ടാ. KP 10 വിളിച്ചിരിക്കും. TG എത്ര വിളിച്ചേ? 15. TG 15. 50 നോക്കി ഓർത്തതാണ്. KP 20. 15 KVP 30 വിളിച്ചിരിക്കുകയാണ്. KVP 30. TDS 35 വിളിച്ചിരിക്കുകയാണ്. TDS 35. പാറ കറട്ടെ ചേമ്പർക്കിലാണ്. വിളിക്കുവാണെ നമ്മുടെ ഇവന്മാര് കൂട്ടി വിളിച്ചെടുത്താ മതി. ഞാൻ ഡയറക്റ്റ് ഒരു 50 അങ്ങ് വിളിക്കും, മനസ്സിലായ? അതിന് മോളിൽ വിളിച്ചാ മതി അവന്മാരല്ല. ചേമ്പർക്കിൽ KP അല്ല പിന്നെ ആരും വിളിക്കാതെ 50 അങ്ങ് പോളല്ലേ. ഫസ്റ്റ് കോൾ വിളിക്കാം 47. കഴപ്പല്ലേ അതൊക്കെ. വാസു എന്താ ജോക്കി? നമുക്കൊരു എതിരാളി കാണുമോ? 47 TG വിളിച്ചിരിക്കുന്നു. ജോക്കി 50 കാടെന്ന് പറഞ്ഞാൽ 5000 മണിക്കൂറാ. അയ്യോ 47 TG ഫസ്റ്റ് കോൾ. ഗ്രൈൻഡ് ചെയ്തതാണ് 50 കാർഡ് കിട്ടണേ, മനസ്സിലായോ? എന്റെ ദൈവമേ. ചേമ്പർക്കിൽ TG 47 സെക്കൻഡ് കോൾ. അലങ്ക KP 50 10 തരത്തില്ലേ 50 വിളിച്ചിരിക്കുകയാണ്. കേപ്പി വിട്ടുകൊടുക്കും. 10 തരത്തില്ലേ 50 ആവശ്യത്തിന് വിളിക്കാൻ ചേമ്പർക്കിൽ കുഴപ്പമില്ല. ഒരു 70 കളിക്കട്ടെ KP ചേമ്പർക്കിൽ 50 വിളിച്ചിരിക്കുന്നു. സിയോണേ 40 പോരെ, നമുക്ക് നോക്കാം. വിളിക്കുന്നില്ലയോ? നമ്മുടെ ടാർഗറ്റ് KP ചേമ്പർക്കിൽ സെക്കൻഡ് കോൾ. ഇതിപ്പോ ഏതാ വിളിക്കണേ ചേമ്പർക്കിൽ ആണ്. ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? എടാ ഒരു ഗ്യാങ്ങിന് 2 എണ്ണം വിളിക്കാൻ KP പറ്റുമോ? ചേമ്പർക്കിൽ 50 തേർഡ് കോൾ. KV വിളിച്ചു. 50 KP ഇല്ല ഒന്നും അല്ലേ. 50 തല 5000 മണിക്കൂറൊക്കെ വന്നേ. ഇതോട് ചോദിക്കാൻ വന്നു കേട്ടോ. അടുത്തത് EST5 ആണ്. 40 T47 ആണ്. അറിയാതെ വിചാരിക്കില്ലേ? Starting 5 പോയിന്റ്. ജോക്കി എന്തോ കൊച്ചുമുണ്ടായിരുന്നു. എന്തായിരുന്നു? അല്ല കള്ളപ്പന്നിന്ന് പിന്നെ മനസ്സിലായി കാലാപ്പാനിന്ന്. ഇവനാരാ വന്നിട്ട് പോയ? നാരദൻ. KVP 10 വിളിച്ചിരിക്കുന്നു. Holding T47 ആണ്. എടാ ഇപ്പൊ കളിക്കണേ ഈശ്വരല്ലേ EST5 ആണ്. KP ടൈം വിളിച്ചിരിക്കുന്നു. ആരും വിളിക്കുന്നില്ലേ? TV KVP ആയിരിക്കടാ. TV കേട്ടില്ല. ഹലോ TV 10 കേട്ടില്ല. 10 KP വിളിച്ചു. KP ഓൾറെഡി 10 വിളിച്ച് 15 വിളി. TV 30. TV 30 EST5. T47 ആണ് ഓപ്പോസിറ്റ്. TV 30 KP 40 TV 50. TV 50 TV 50 EST ഓപ്പോസിറ്റ് T47 ആണ്. TV 50 ഫസ്റ്റ് കോൾ. ആരും വിളിക്കുന്നുണ്ടോ? EST ആണ്. T47 ആണ് ഹോൾഡിംഗ്. TV 50 സെക്കൻഡ് കോൾ. TDS 55 TV 60. TV 60 നമ്മൾ ഇതിനു മുമ്പ് 70 വരെ പോയിട്ടുണ്ട്. TV 60 ഫസ്റ്റ് കോൾ. TV 50 ആരും വിളിക്കുന്നുണ്ടോ? TV 50 60 60. TV 60 വിളിച്ചിരിക്കുകയാണ്. ആരും വിളിക്കുന്നുണ്ടോ? സെക്കൻഡ് കോൾ. TDS 65 TV 70. TDS 60 TV 70 EST ആണ്. ഇവന്മാരെ അടിക്കണോ TDSനെ? ഇല്ലല്ല നമുക്ക് 7000 മണിക്കൂറിന്റെ ആവശ്യമില്ല. TV 70 ഫസ്റ്റ് കോൾ.
ഒരു 100 എത്തിക്ക 70 സെക്കൻഡ് കോൾ. ആരും വിളിക്കുന്നുണ്ടോ? എനിക്ക് മണി ഡ്രസ് വേണ്ട എടുത്തോട്ടെ. 75 ആരാ വിളിച്ചേ? TDS 75 വിളിച്ചിരിക്കുകയാണ്. അവ 75 പോയിന്റ് അവൻ കളിച്ചോട്ടെ. TDS 75 കൊടുത്തേക്കല്ലോ അമ്മ കളിക്കട്ടെ. TDS 75 ഫസ്റ്റ് കോൾ. പോരേട്ടാ ശരിയാണ്. TV 80 80 വിളിച്ചിരിക്കുകയാണ്. കർലി ഹോളിൽ T47 ആണ്. ഫസ്റ്റ് കോൾ. TV 18 എന്താ വിളിക്കണില്ലേ? 18 സെക്കൻഡ് കോൾ. നീ 81 വരെ വിളിക്കുള്ളൂ. 50 എന്ന് പറഞ്ഞാൽ 5000 18 ലാസ്റ്റ് കോൾ. T47 vs TVA. TV ഒന്ന് മുമ്പോട്ട് വരുവായിരുന്നെങ്കിൽ. ഇത്രേ ഉള്ളു. ഇനി ടർഫ് വിളിക്കാൻ വരുമ്പോഴേ ഗൈസ് നമ്മളെ പോയിന്റ് കാണിക്കരുത് സത്യം പറഞ്ഞു. ഓ കാർഡ് ഇല്ല, അത് റിഡീം ചെയ്യണം. ഈ പൂച്ചട്ടിയിലുണ്ട്. അടുത്ത റാഞ്ചോ ആണ്. സത്യം പറയല, ഇനി നമ്മുടെ പോയിന്റ് നമ്മൾ കാണിക്കാൻ പാടില്ല ഗൈസ്. സത്യം പറഞ്ഞ ലോയലിറ്റി പോയിന്റ് സത്യം പറഞ്ഞാൽ പറയാൻ പാടില്ല, മനസ്സിലായ? ലോയലിറ്റി പോയിന്റ് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. റാഞ്ചോ ആണ്. KVP 45 KVP 45 45 KVP 45 ഫസ്റ്റ് കോൾ. കിട്ടില്ല. ഇവിടുത്തെ ഓപ്പോസിറ്റ്. ഞാൻ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. നോക്കി ഇവിടെ ഡ്രോപ്പ് ചെയ്തു. സെക്കൻഡ് കോൾ. എന്തിനാ 8000 അവർ കളഞ്ഞെന്ന് പെട്ട. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഇവിടെ സിറ്റിയിൽ ഗ്രൈൻഡ് ചെയ്ത് കിട്ടുന്ന അവർ എന്റെ വീട്ടിൽ അരിയില്ലാത്ത ദിവസം മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് മമ്മിയെ കൊണ്ട് ഞാനത് ചെമ്പിലിട്ട് തിളപ്പിച്ച് ഉച്ചയ്ക്ക് തിന്നാം. ബ്രോ, സിറ്റിയിൽ ടർഫ് വിളിക്കാനാണ് പോയിന്റ്, വേറെ ഒന്നിനും പോയിന്റ് വേണ്ട. കറന്റ് ടർഫ് വിളിക്കാനാണ് പോയിന്റ്. നമുക്ക് വേണ്ടുന്ന ടർഫാണ്, അത് ആവശ്യമുള്ള ടർഫ് ആയതുകൊണ്ട് അതിന് വേണ്ടി സ്പെൻഡ് ചെയ്ത്. എന്തോ അല്ല ഇവിടെ പറഞ്ഞു. ഫ്ലാറ്റ് ആണ്. BCZ ആണ് ഹോൾഡ് ചെയ്യുന്നത്. കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്. 5 കൺഗ്രാറ്റുലേഷൻസ് മൈ ബോയ്. നെക്സ്റ്റ് വീക്ക് വിളിക്കണ്ടേ ബ്രോ? നമുക്ക് എല്ലാവർക്കും വേണ്ടുന്ന ഒരു കാര്യമാണല്ലോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഉറപ്പാണ് KVA 2 ടർഫ് അടിച്ച് അവര് ഹോൾഡ് ചെയ്യും. അവര് അടുത്ത ആഴ്ച അവർക്ക് വിളിക്കേണ്ട ആവശ്യമില്ല. അടുത്ത ആഴ്ച വിളിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ KVAയുടെ ഒന്ന് മേടിച്ചോളാം. നീ ക്ലാപ്പിനൊന്ന് ഇറങ്ങാവോ? 30 40 50 ഇത് ഇറങ്ങട്ടെ. ഇല്ല ഇറങ്ങില്ല. ഇമാരെ തള്ളണം TDSനെ. കൊല്ലണോ? എന്ത് പറ്റി? അവന്മാരുടെ വിളി കയറ്റി, അവന്മാരുടെ വിളി, അവന്റെ ടർഫ് വിളി. മനഃപൂർവ്വം അവന്മാരെ നമുക്കിട്ട് പണി തന്നെയാണ്. നമുക്ക് 80 ആയപ്പോ വിളിക്കണ്ട അവന്, മനസ്സിലായ? 75 വരെ അവൻ വിളിച്ച 6 കാർഡ് അവന്റെ ഇല്ല. അതൊന്നും കൊടുക്കാം. അത് അടിക്കണമെങ്കിൽ അടിക്കാം, അത്ര തന്നെ ഉള്ളൂ. അതിനകത്ത് അടിക്കണമെങ്കിൽ അടിക്കാം. TBS TDS അവന്മാർക്ക് നമുക്ക് അടിക്കാം. അത് അടിക്കാം. നീ ഫസ്റ്റ് അടിക്കാം, നമുക്ക് അടിക്കാം. കണ്ടോ, എല്ലാം കുറച്ച് കിട്ടുന്നുണ്ടല്ലോ അവന്മാര്. അവന്മാരത് വിളിക്കണം. 70 വരെ വിളിക്കണം. സൈഫ്രോഫ്ലാറ്റ് ആണ്. TDS 70 BCZ ആണ് ഓപ്പോസിറ്റ്. ഇതൊക്കെ RP സിറ്റുവേഷൻ ആയിട്ട് കാണണേ നിങ്ങളൊക്കെ, അല്ലാതെ നമുക്കെതിരെ വിളിക്കുന്നവരെ നമ്മൾ അടിക്കും അങ്ങനത്തെ ഒരു ഇതാക്കരുത് കേട്ടോ. സിറ്റിക്കകത്ത് നമ്മൾ ഈ ആ ഒരു ടെറിട്ടറി മറ്റേ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സാധനം അങ്ങനത്തെ ഒരു RP ആയിട്ട് നിങ്ങൾ കാണാമോ, അല്ലാതെ വെറുതെ വെളിയിലോട്ട് ചെയ്യല്ലേ. മുമ്പിലോട്ട് വരണേ. ഇത് ചുമ്മാ അല്ല, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കണ്ടേ? പിന്നെ സംസാരിക്കണ്ടേ? ഇത് എന്തിനീ വിളിച്ച് കേട്ടുന്നേ? ഉമാർ ഇപ്പൊ ഇതിന് എത്രയാണ് വിളിച്ചേക്കുന്നത്? 70.
124 പോയിന്റ് ഉണ്ട് നമ്മളുണ്ട്. 124 പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു കാടല്ലേ? ഇതാരടാ 10,000 പോയിന്റ്? അതാരാ അയച്ചത്? എന്റെ അമ്മോ, അതാരാ അയച്ചത്? എന്തോ വലിയ സാധനം കിടന്ന് തൂങ്ങി കത്തണം എന്റെ പി സിയില്. പണ്ട് ടിക്ടോക്കിലും കലിപ്പൻ, ഇവിടെയും കലിപ്പൻ തന്നെ. വിക്സ് 7 ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10,000 കിക്ക് പോയിന്റ്സ്. അതെന്താ അയച്ചത്? എന്റെ സ്ക്രീനിൽ കണ്ട ഇത് കണ്ടോ നിങ്ങളിന്ന് കാണിച്ചു തരാം കേട്ടാ. എന്റെ സ്ക്രീനിൽ അത് കിടന്ന് ആടി ഒലയണത്. ഇത് കണ്ടോ? നിങ്ങൾക്ക് കാണാമോ ഇത് മൊബൈൽ ചാറ്റില്? ഞാൻ ഇത് ആദ്യമായിട്ടാ കാണുന്നത്. ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരാൾ അയക്കണേ. ഇത് 15,000 രൂപയാണ്. ഇത് 15,000 രൂപയാണ് ഈ നെക്ലസിന്. ബ്രോ, ബിഗ് ബ്രോ, താങ്ക് യു സോ മച്ച്. എന്റെ അമ്മോ, ഇതിന് ഈ ലൈവ് തീരുന്നവരെ ഇവിടെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ തൂങ്ങിക്കിടക്കും അത് ലൈവ് തീരുന്നവരെ. ബ്രോ, താങ്ക് യു സോ മച്ച്. എനിക്ക് ആദ്യമായിട്ടാണ് ഒരാളത് ഗിഫ്റ്റ് ചെയ്യണത്. താങ്ക് യു, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച് ബ്രോ, മീൻസ് എ ലോട്ട്. ഡിസ്പ്ലേ ക്യാപ്ചർ ഓഫ് ചെയ്തിട്ട് ബ്രോ, താങ്ക് യു സോ മച്ച്. ഓക്കേ, ദാറ്റ്സ് ഓക്കേ. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്ന ഗണ്ട് നിങ്ങൾ ബൾക്കായിട്ട് ഒരു 1-2 ബൾക്കായിട്ട് സിറ്റുവേഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ ജോക്കിക്ക് 5 കിട്ടിയെന്നോ? ജോക്കി കിട്ടിയത് അങ്ങനെ കൺട്രോൾ ചെയ്യുള്ളൂ. ഓക്കെ, സോ അടുത്ത കണ്ടിന്യൂ 30 ഗണ്ണും 35 ഗണ്ണും പ്ലസ് 1 സ്റ്റാർ പീച്ച് ഗണ്ണുള്ള രീതിക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ജോക്കി അത് വെച്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. പറഞ്ഞോ. ജോക്കിക്ക് ഓക്കെ, ആരെങ്കിലും മറ്റേ ലോക്കറ്റ് തന്നായിരുന്നു കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കിട്ടി? എനിക്ക് 1 കിട്ടിയിരുന്നു. ഇൻഫർമേഷൻ വിത്ത് എവിഡൻസ് കിടക്കാല എന്ത് വേണം? പിന്നെ നെറ്റ് പഠിക്കാൻ. ബ്രോ, താങ്ക് യു സോ മച്ച് ബിഗ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 10K big points. മീൻസ് എ ലോട്ട് വിക്സ് 7 ബ്രോ. പണ്ട് ടിക്ടോക്കിലും കലിപ്പൻ, ഇവിടെയും കലിപ്പൻ. വീഡിയോ കാണുന്ന ആരോ ആണല്ലോ അത്. ഇത് മൊത്തം കിട്ടുവാന്നോ ബ്രോ? 95% നമുക്ക് 5% കിക്കിനും. 10 മണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് നടത്തുമ്പോൾ ലേറ്റ്. അതാണ് പ്രശ്നം. 10:30 ഓക്കെയാണോ? കണ്ണാപ്പി സൈബ് has been subscribed for 1 month. കണ്ണാപ്പി സൈബ് ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ സബ്സ്ക്രിപ്ഷൻ ബ്രോ. നമുക്ക് സത്യം പറഞ്ഞു കിക്കാണ് ബെറ്റർ വൈറ്റ് കള ഗൈസ്. അത് ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങളുടെ അടുത്തൊക്കെ. ഗൈസ്, കിക്ക് ഇപ്പം ഇന്ത്യൻ സ്ട്രീമേഴ്സിനെയൊക്കെ എടുത്തു തുടങ്ങുന്നുണ്ട് കേട്ടോ. അവർ ഇന്ത്യയില് ഓപ്പറേഷൻസ് ഇതാക്കുന്നുണ്ട്. സോ നിങ്ങൾക്കൊക്കെ സ്ട്രീം ഒക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡു ക്രിയേറ്റ് എ പ്രൊഫൈൽ ഇൻ കിക്ക്. കിക്ക് അടുത്തൊരു അപ്കമിങ് ഈ പറയണത് പോലത്തെ ഒരു ആമസോൺ പ്രൈം ഒക്കെ പോലത്തെ വെളിയിലെ രാജ്യത്ത് ആമസോൺ പ്രൈം എങ്ങനെയാണോ, ആമസോൺ പ്രൈം ഇവിടെ ഇന്ത്യയിൽ ഇപ്പൊ കറന്റ്ലി ഇല്ല. അപ്പൊ ഇവിടെ കുറെ പേർക്ക് ഈ പറയണത് പോലെ കോൺട്രാക്ട് കൊടുക്കത്തില്ല, കോൺട്രാക്ട് ഇല്ല. നിങ്ങൾ ഈ പറഞ്ഞ പാർട്ട്ണർ പ്രോഗ്രാം കമ്പാരിറ്റീവ്ലി ലോക്കോയും ബാക്കിയുള്ള ഇതൊന്നും വെച്ച് ഉള്ള റവന്യൂ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. അങ്ങനത്തെ റവന്യൂ ലോക്കോയിലൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന റവന്യൂ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ സൂപ്പർ ചാറ്റ്സ്, ഈ യൂട്യൂബിലെ സൂപ്പർ ചാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അൺസ്റ്റേബിൾ. അതായത് ചില ദിവസം സൂപ്പർ ചാറ്റ് ഉണ്ടാവും, ചില ദിവസം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് സ്ട്രീം ചെയ്യുന്നതിന് കൊണ്ടുവരുന്ന വ്യൂവേഴ്സിന് ഒരു റെഗുലർ ഇൻകം ഉണ്ടാവും. ആ സാധനം എന്ന് വെച്ചാൽ ഒത്തിരി വലിയ എമൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ക്യാഷ് ഫ്രൈ കോൺട്രാക്ട് അല്ല ബ്രോ, ഇറ്റ്സ് എ പാർട്ട്ണർ പ്രോഗ്രാം. കോൺട്രാക്ട് അല്ല, കോൺട്രാക്ട് ആർക്കും കിട്ടൂല. കോൺട്രാക്ട് കറന്റ് ഇപ്പൊ ഇവർക്ക് അംബാസഡർ കോൺട്രാക്ട് മാത്രമേ ഉള്ളൂ. ഈ അംബാസഡർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ മറ്റേ 500 കോടി 100 കോടിയും 200 കോടി 1000 കോടിയുടെ ഒക്കെ കോൺട്രാക്ട്. അത് കറന്റ് ഒരു ഇന്ത്യൻ സ്ട്രീമറിന് ഇതുവരെ അവർ കൊടുത്തിട്ടില്ല. മേ ബി ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഇപ്പൊ ഇവിടെ എക്സ്പാൻഡ് ഒക്കെ ആയി വരുവാണെങ്കിൽ ചിലപ്പോൾ ഇന്ത്യൻ സ്ട്രീമേഴ്സിനെ അവർ ഇതുപോലെ എടുക്കും. മനസ്സിലായ? അംബാസഡർ കോൺട്രാക്ട് ഒക്കെ എനിക്ക് തോന്നുന്നു ഈ പറയണത് പോലെ മിനിമം സ്റ്റാർട്ടിങ് ഫ്രം 100 കോടിയോ 50 കോടിയോ എന്തോ ആണ് മുകളിലാണ്. അപ്പോൾ കിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും ഇവിടെ ഇന്ത്യയിൽ കൊണ്ടുവരാൻ പോണത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുസ്ഥാൻ തൊപ്പിക്ക് കിട്ടിയിട്ടുണ്ട്. തൊപ്പിക്കും എനിക്ക് ഒരേ കോൺട്രാക്റ്റ് ആയിരുന്നു ബ്രോ. തൊപ്പിക്കും എനിക്കും ഒരേ കോൺട്രാക്റ്റ് ആയിരുന്നു നേരത്തെ.
അത് തൊപ്പിയോട് ചോദിച്ചാൽ ബ്രോയ്ക്ക് അറിയാം. അത് പിന്നെ എനിക്കിനി തൊപ്പിയെ മാനേജ് ചെയ്തതും ഫസ്മിനെ ആ സമയത്ത് മാനേജ് ചെയ്തത് എൻ്റെ തൊപ്പിക്ക് എനിക്ക് കോൺട്രാക്ട് ഉള്ള സമയത്ത് ഒരേ കോൺട്രാക്ട് ആയിരുന്നു. ഇപ്പം പാർട്ട്ണർ പ്രോഗ്രാമാണ്. കോൺട്രാക്ട് ഇല്ല. ഇപ്പം കോൺട്രാക്ട് എന്ന് പറയുന്ന സംഭവം കിക്ക് എടുത്ത് കളഞ്ഞു. കാരണം ഇന്ത്യയിൽ അവർക്ക് ഓപ്പറേഷൻസ് ഇല്ലാത്തതുകൊണ്ട് അതെടുത്ത് കളഞ്ഞു. മനസ്സിലായോ? അതാണ് ഡിഫറൻസ്. അപ്പം പ്രൊഫൈലൊക്കെ ഉണ്ടാക്കുക, ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന കോണ്ടൻസ് പോലെ നിങ്ങളുടെ കിക്കും ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ നോക്കുക. ഇതാക്കുക. ജോക്കി വിളിക്കണല്ലേ? ഓക്കെ ജോക്കി, ഹലോ.